ഹലോ. അരവിന്ദേട്ടൻ എവിടെയായിരുന്നു? ഞാൻ വീട്ടിലുണ്ട്. എന്താ? കാരൂര് ജോത്സ്യർ പറഞ്ഞ അരവിന്ദേട്ടൻ കേട്ടിരുന്നോ? ആ കേട്ടു. അപ്പം മുതല് ഉള്ളിലൊരു വിഷമാ. എങ്ങനെയത് പറയണ്ടെന്ന് അറിയില്ല. എനിക്കും അങ്ങനെ തന്നെ അരവിന്ദേട്ടാ. ഇന്നലെ കിടന്നിട്ട് ഉറക്കം പോലും വന്നില്ല. അയ്യോ, അപ്പം എന്നെ വിളിക്കാറുന്നില്ലേ? ഞാൻ നോക്കിയായിരുന്നു. അരവിന്ദേട്ടൻ ഉറങ്ങിയെന്ന് വിചാരിച്ച്. ഏയ്, ഞാനും ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ആണോ? ആ, ചാരിപ്പ് എവിടെയാ? ജോത്സ്യർ പറഞ്ഞ 1-2 പൂജകൾ നടത്താൻ വേണ്ടി അമ്പലത്തിൽ വന്നതാ. ചാരിപ്പ് അമ്പലത്തിലാ? അതെ അരവിന്ദേട്ടാ, ഞാൻ നമ്മുടെ പേരിൽ വഴിപാട് ചെയ്യുന്നുണ്ട്. 2 പേരുടെ പേരിലോ? അതെ. അരവിന്ദേട്ടന് മലൂർക്കാവ് ദേവീക്ഷേത്രം വരെ ഒന്ന് വരാൻ പറ്റോ? എന്തിനാ ചാരു? ഒരു കാര്യമുണ്ട് അരവിന്ദേട്ടാ, ഒന്ന് വരുമോ? ഞാനിപ്പോ വരണോ? വൈകുന്നേരം വന്നാ മതിയോ? വൈകുന്നേരം അമ്പലത്തിലോ? ഞാൻ തൊഴുതിറങ്ങിയിട്ട് വിളിക്കാം, അപ്പൊ വരണം. എന്നാ ഞാൻ വരാം. കാവിലെ അമ്പലമല്ലേ? അതെ. ശരി. ഇവൾക്കൊരു പണിയില്ലേ? ഒരു സൈന്യപ്രദർശനം. പേരെന്താണ്? ഭുവനേന്ദ്രബാബു കാർത്തിക. ആ, എത്രയാ? 100 രൂപ. ശരി. ആ, ദൈവമേ, മനസ്സിലൊരു കാര്യം ഉറപ്പിച്ച് ഈ ദേവസന്നിധിയിൽ ശയനപ്രദക്ഷിണം ചെയ്താൽ ദാ അപ്പോൾ നടത്തിത്തരും. കാര്യം എന്താണെന്നറിയാവോ? ഞാനിപ്പോൾ നിന്നെ കാണണമെന്നാണ് മനസ്സിലാഗ്രഹിച്ചത്. ആണ്ട് അപ്പോൾ തന്നെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തന്നു. ഭഗവതി, നിന്നെ എനിക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശയനപ്രദക്ഷിണം. കാരൂർ ജോത്സ്യം പറഞ്ഞത് കേട്ടില്ലേ? പുറത്തുനിന്ന് വന്ന ഒരാളാണ് നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന്. അതൊന്ന് ഉറപ്പിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് എൻ്റെ ഈ നേർച്ച. ബാബുക്കുട്ടാ, നീ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ മിണ്ടായിരുന്നതേ എന്റെ നേർച്ചയും വഴിപാടും പൂർത്തിയാക്കാനാ. എന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഫലം നിന്റെ മുന്നിൽ വെച്ച് തന്നെ കിട്ടും. ഭഗവതി കാണിച്ചു തരും. നമ്മുടെ കല്യാണത്തിന് ഒരു തടസ്സം ഉണ്ടാവരുത്. കല്യാണം കഴിഞ്ഞിട്ട് അരവിന്ദേട്ടന്റെ വീട്ടില് എല്ലാരോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിച്ചു. ചാരു ഇപ്പോഴും ഈ അമ്പലത്തിലാണോ വരാറ്? ആ, അതെ. ചാരു പ്രാർത്ഥിച്ചതൊക്കെ ഈ ദേവി നടത്തി തരാറുണ്ടോ? ഇതുവരെ ഒന്നും എനിക്ക് തരാതിരുന്നിട്ടില്ല. ഇപ്പോ അരവിന്ദേട്ടൻ എനിക്ക് തന്നില്ലേ? കൈ നീട്ടിക്ക്. എന്തിന്? നീട്ടന്നെ. എന്തിന്? നീട്ട്.
ഇത് രക്ഷയാ. നമ്മുടെ കല്യാണം തടസ്സമൊന്നുമില്ലാതെ നടക്കണ്ടേ? ആ ഇനി ഒട്ടും പേടിക്കണ്ട, എല്ലാം ഭംഗിയായിട്ട് നടക്കും. പോണ്ടേ? വീട്ടിൽ പോണ്ടേ? എന്നാ പോവാം. ശരി. അച്ഛാ, കാളഹസ്തി വരെ പോകുന്നതിന് 2 ദിവസത്തെ യാത്ര ഉണ്ടാവും. കാളഹസ്തി ചെന്ന് രാഹുകേതു പൂജ ചെയ്യാനാ കാരൂർ കുറിച്ച് തന്നത്. അത് ചെയ്താൽ അച്ചട്ടാ, വിചാരിച്ച കാര്യം അതുപോലെ നടക്കും. അതെന്റെ അനുഭവ. അല്ല, അത് പിന്നെ അവര് കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് പോയി നടത്തിയാ പോരെ? കല്യാണം ഇങ്ങനെ അടുത്തിരിക്കുമ്പോ ഇതിനൊക്കെ സമയമുണ്ടോ? വഴിപാട് എഴുതി കൊടുത്താൽ മതിയെങ്കിൽ ഞാൻ പോവായിരുന്നു. ഞാൻ ട്രെയിനിൽ കയറി പോയേനെ. അയ്യോ, അതൊക്കെ സമയം ആവട്ടെന്നേ, അപ്പൊ നോക്കിയാ പോരെ? ഇപ്പൊ കല്യാണത്തിന്റെ കാര്യം ആദ്യം നോക്കിക്കൂടെ? നീ ഇന്ന് രാവിലെ ഇറങ്ങിപ്പോയതല്ലേ? നീ എവിടെ പോയതാ? ഒരു ജോലിക്കാര്യത്തിന് വേണ്ടി പോയതാ. പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? ഒന്നും പറയാറായിട്ടില്ല അച്ഛാ. നീ ശ്രമിച്ചാ നടക്കൂടാ. ആ എടാ, മോനൊന്നും കഴിക്കാതല്ലേ പോയേ? വാ, ഭക്ഷണം എടുക്കാം. മോനെ, നിന്റെ കയ്യിലെന്താ കെട്ടിയിരിക്കുന്നത്? ഏലസാണോ? ആ, അത് ഞാൻ അമ്പലത്തിൽ പോയപ്പോ. ആഹാ, നീ അമ്പലത്തിലൊക്കെ പോയോ? ഇതുവരെ ഇല്ലാത്ത ശീലമാണല്ലോ. നല്ലതാ. ഒരു ജീവിതം തുടങ്ങാൻ പോവല്ലേ, ഭക്തിയും വിശ്വാസവും ഒക്കെ വേണം. ചേട്ടനെ അമ്പലത്തിലേക്ക് വിളിച്ചോണ്ട് പോയത് ആരാന്നറിയോ? ചാരുവാ. ആണോടാ? ചാരു നിന്നെ വിളിച്ചോ? അതെ. ആ, അതെന്തായാലും നന്നായി. ജാതകത്തിലുള്ളൊന്നും വലിയ കാര്യാക്കണ്ട. എന്നാലും മനസ്സിന്റെ ഒരു സമാധാനത്തിന് പൂജയും മന്ത്രമൊക്കെ നല്ലതാ, അല്ലേടാ? വാ മോനെ, കഴിക്കാൻ തരാം. വാ വാ. ആ മോനെ, ജോലിക്കാരി ഒന്നും ശരിയായില്ലെങ്കിലും നീ ടെൻഷനൊന്നും അടിക്കണ്ട. നമുക്കെന്തെങ്കിലും ബിസിനസ് ചെയ്യാം. ശരി അച്ഛാ. വന്നേവനെ, കഴിക്കാൻ തരാം. വാ. ഓ കണ്ടോ അച്ഛാ, കണ്ടോ ഏട്ടന്റെ മാറ്റം കണ്ടോ? അതൊക്കെ എന്റെ ചാരുമോള് കാരണ. ഇനി നിന്റെ കാര്യത്തിലും കൂടി ഒരു തീരുമാനമായി കഴിഞ്ഞാ എനിക്ക് സമാധാനായി. അല്ല, നീ ആ രവിമാഷ വിളിച്ച് താങ്ക്സ് പറഞ്ഞു? ഇല്ലച്ചാ, അച്ഛൻ പറഞ്ഞില്ലേ? ഞാനാണോ വിളിക്കേണ്ടത്? നീയല്ലേ? നിന്റെ ജോലിക്കാരല്ലേ അദ്ദേഹം ശരിയാക്കി തന്നത്. അത് ഞാൻ പിന്നെ വിളിച്ചോളാം അച്ഛാ. ഇപ്പൊ തന്നെ വിളിക്കേ. അല്ല, അത് ഞാൻ പിന്നെ വിളിച്ചോളാം. ഇതൊന്നും മാറ്റി വെക്കേണ്ട കാര്യങ്ങളല്ല. വിളിച്ചേ. അത് അദ്ദേഹത്തിന്റെ നമ്പറില്ല, ഞാൻ പിന്നെ വിളിക്കാം. നയനയുടെ നമ്പറില്ലേ? ഞാൻ പറഞ്ഞുതരാം. എവിടെ നമ്പർ ഞാൻ പറയാം.